എന്താണ് പരിപാടി? ഇവിടുന്ന് നോക്കണ്ട, അത് കയറി നോക്കിയാ മതി കേട്ടോ. ഇജ്ജ് വിളവെടുക്കല്ലേ കേട്ടോ. നമ്മളെ പഠിപ്പിക്കണ്ടേ ജി? അതെ, കൊറേ കഷ്ടപ്പെട്ട് കിട്ടിയ വീട്. അങ്ങനെ ഉണ്ട് പോരാ, പൊളിക്കാൻ കുറച്ച് പാട് വിടും. പുറത്തു പോ. എടാ ഇതും കൂടെ എടുത്തോണ്ടോ? കഷ്ടപ്പെട്ടവരെ വീട് ഉണ്ടാക്കണം പോലെ. അതെ, കാര്യം എന്തോ ആയിക്കോട്ടെ, എനിക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ റൂമുണ്ടോ? ബാത്റൂം ഉണ്ട്, മതിയാ. മേക്കപ്പാൻ്റെ പണി ചെയ്താൽ മതി. വലിയ ഡയറക്ടറാണെന്ന വിചാരം. മാഡം, അതെ ഇതാണ് നമ്മളെ ഷൂട്ടിങ്ങിന്റെ ആൾക്കാർ. അകത്തോട്ട് വരൂ. അകത്തോട്ട് വരൂ. ബഹളം വെക്കാറ്. നല്ല വീട്. ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ഇപ്പൊ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ അങ്ങ് പുറത്താ. രണ്ടുപേർക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടാ? എന്റെ വീട് ഇതിന്റെ 4-1 ഉള്ളൂ. കൂടാതെ 10 പേരുണ്ട്. നടക്കുമ്പോ കൂട്ടിയിടി തന്നെ. ഇപ്പൊ കൊള്ളാം, സൂപ്പർ, അടിപൊളി. അതെ, വലിയ വർത്താൻ പറയണ്ട. എന്റെ സാധനം അവിടെ കൊണ്ടുവച്ച് കണ്ട് എന്റെ പണി വെക്കും. അവിടെ ചേട്ടൻ ഇവിടെ എക്സസൈസ് ചെയ്തോണ്ടിരിക്കുക. ചേട്ടാ, ഷർലി, ഹീറോയിൻ്റെ അടുത്ത് മേക്കപ്പ് ചെയ്തു. എല്ലാവരും എത്തിയോ? എത്തി സാറേ, ഞങ്ങൾ തുടങ്ങട്ടെ എന്നാല്. ആയിക്കോട്ടെ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതെ, ഇപ്പൊ പെയിന്റിങ് കഴിഞ്ഞേ ഉള്ളൂ. ചുവരൊന്നും വൃത്തികേടാവാൻ പാടില്ല. കോസ്റ്റ്ലി ഗ്രാനൈറ്റ് ആയിട്ടിരിക്കുന്നു. പിന്നെ ഇമ്പോർട്ടഡ് കർട്ടൻസാണ്. എല്ലാം നോക്കിക്കോണം, ഒന്നും ചീത്തയാക്കില്ല. 2 മണിക്കൂറാണ് പെർമിഷൻ. അതിനുള്ളിൽ തീരുമല്ലോ. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ. എല്ലാവരും ഓക്കെ. പിന്നെ സുധേ, മോട്ടർ ഒന്ന് ഓഫ് ചെയ്തിരിക്കണം. നല്ല മനുഷ്യല്ലേ. കാരണം സെക്കൻഡ് സീൻ ഒന്ന് പൂർത്തിയാക്കണം. തീർന്നിട്ടില്ലല്ലോ. അതിപ്പോ റെഡി. ലവ് സീനാണ്, റെഡിയാക്ക്. നമുക്കതിന് മുമ്പ് പുറത്തൊക്കെ ഷൂട്ട് ചെയ്യാം. എന്ത് വാ, വരുന്നില്ലേ? കുട്ടിയുടെ സീരിയലൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇതും സീരിയലാ? ഇല്ല, സിനിമ. ഇവിടുത്തെ ചേട്ടന് സിനിമയൊന്നും തിയേറ്ററിൽ പോയി കാണുന്നത് ഇഷ്ടേ അല്ല. നമ്മൾ അവസാനം കണ്ട സിനിമ ആകാശദൂത. പിന്നെ എൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഈ വീട് നിങ്ങൾക്ക് തന്നത് ഷൂട്ടിങ്. മോട്ടർ ഓഫ് ചെയ്തില്ലേ? ഓഫ് ചെയ്യാം. ശരി. മുറ്റത്തെ മുല്ലേ ചൊല്ല് കാലത്തെ നിന്നെ വന്നെത്തും തമ്പ്രാന. താൻ ആരാന്ന്? സാറേ, ഞാൻ മേക്കപ്പ് മാൻ മനോഹരൻ. മേക്കപ്പ് ഇടാൻ വന്നതാണ്. എന്നാ ഇരിക്കും സാർ, നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് പോവാം. ഞാൻ ഈ വീടിന്റെ ഓണറാ. അയ്യോ സാറേ, അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. അതറിയണം. താനെന്താ ഇവിടെ? താഴത്തെ ഹാള് മാത്രമല്ലേ ഞാൻ ഷൂട്ടിങ്ങിന് കൊടുത്തിട്ടുള്ളൂ. അല്ല സാർ, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരു സെപ്പറേറ്റ് മുറി ആവശ്യമാണ്. അതാകുമ്പോൾ ഒഴിഞ്ഞിരുന്ന് ചെയ്യല്ല. അതുകൊണ്ട് അങ്ങനെ ഒഴിഞ്ഞിരുന്ന് ചെയ്യണ്ട. ഇതെന്താ കാലില് ഷൂസ്? ഒരു മാനേഴ്സ് ഒക്കെ വേണ്ടോ? റൂമിനകത്ത് ഷൂസ് ഇട്ടുണ്ടാണോ നിൽക്കുന്നത്? അല്ല സാറേ, എൻ്റെ ഈ കാലിന് ചെറിയ വാദത്തിൻ്റെ പ്രശ്നമുണ്ട്. ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ്. നല്ല ഷൂ ഉണ്ട്. ഇത് ഒരു പുറത്തിട്ടിട്ട് ഇവിടെ വന്നാൽ മതി. കൊണ്ടുപോ. ഇപ്പൊ വരാം. കാറോ? ഓനോട് ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ പറയടോ. ഇത് ചെറിയ സെറ്റപ്പാണ്. കാറൊന്നുമില്ല. കാറ് പോലും കാർ ഇല്ലാണ്ട് ഇങ്ങോട്ട് പോകാൻ മതി. താനല്ലേ പറഞ്ഞ ഈ വീട് വൃത്തിയായി നോക്കിക്കോളാം. മുകളിൽ എൻ്റെ ബെഡ്റൂമിൽ എൻ്റെ കട്ടിലിൽ നിങ്ങളുടെ മേക്കപ്പ് മാൻ ഷൂസ് വിട്ട് കയറിയിരിക്കുന്നു. അയ്യോ, അത് അവനോട് അറിയാണ്ട് പറ്റിപ്പോയതായിരിക്കും സാറേ. ഞാൻ അവനോട് പറഞ്ഞോളാം. ഞാൻ പറഞ്ഞിട്ട് അവനോട് ശരി. ഇതെന്താ ഇത്? ഇതെന്താടാ ഇത്? ഈ ലൈറ്റർ എങ്ങനെ വെറുതെ എങ്ങനെ എടുത്ത് എറിയുന്ന സ്ഥിതിയാണ്. അവിടെ തന്നെ വെച്ചോ. ഇത് ഗ്രാനൈറ്റ് ആണ്. ഇതൊക്കെ ഇവിടെ വെച്ചാൽ തറ അറിയില്ലേ? സാർ, ഇത് ട്രാക്കാണ്. ഇതിനാണ് ക്യാമറ വെക്കുന്നത്. അങ്ങനെ ഇതിന്റെ പുറത്തെ ക്യാമറ വെച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്യണ്ട. സാർ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. സാർ, ഞാൻ ഇതിൻ്റെ അടിയിൽ തുണിയോ പേപ്പർ എന്തെങ്കിലും വെച്ചോളാം. കല പോകില്ല. സാറേ, കുറച്ച് തുണിയും പേപ്പർ ഒന്ന് കിട്ടോ? ഇനി അത് ഞാൻ എടുത്തു തരണം അല്ലേ? സാർ, ഒരു കാര്യം ചെയ്യും. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തീർത്തരും. 2 മണിക്കൂർ സാറിന് ശ്രമിച്ചാൽ മതി. ഒരു പാടും ഇവിടെ വീഴ്ത്തില്ല. ഡിക്രൂസാണേ പുറത്ത് വെപ്പുണ്ട്. ഒന്ന് പെട്ടെന്ന് വന്നൊന്ന് തീർക്കാൻ പറയണോ? ഞാനേ പോയിട്ട് തുണി എടുത്ത് വരട്ടോ. എന്റെ മുഖത്തിടാൻ. ഇങ്ങോട്ട് വാ.